HSST ജൂനിയർ ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ 15 വർഷം 2010 മുതൽ 2025 വരെ നീണ്ട കാലയളവിലെ HSST ഫിസിക്സിൻ്റെ നിയമന നിലയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ്. നമുക്ക് നോക്കാം. 2017, അതായത് HSST ജൂനിയറും സീനിയറും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. HSST സീനിയർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 24 പീരീഡ് കൺസേൺ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് HSST സീനിയർ എന്ന് പറഞ്ഞ തസ്തിക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേസമയം HSST ജൂനിയർ എന്ന് പറയുന്നത് ആഴ്ചയിൽ 14 പീരീഡ് ആ സബ്ജക്റ്റ് കൺസേൺ സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ആഴ്ചയിൽ 14 പീരീഡ് പഠിപ്പിക്കുന്ന അധ്യാപകനെയാണ് HSST ജൂനിയർ തസ്തിക കൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഒരു സ്കൂളിൽ സീനിയറും ജൂനിയറും തസ്തിക വേണമെങ്കിൽ ആ സബ്ജക്റ്റിന് ആഴ്ചയിൽ 38 പീരീഡ് മിനിമം ഉണ്ടായിരിക്കണം. അപ്പം 2010 നോട്ടിഫിക്കേഷനിൽ HSST സീനിയർ ജൂനിയർ കമ്പൈൻഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം 2017 HSST ജൂനിയർ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ജൂനിയർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. 2017 വന്ന നോട്ടിഫിക്കേഷൻ 332/2017. അതിൻ്റെ എക്സാം ഏകദേശം 8 മാസം ആയപ്പോഴേക്കും എക്സാം നടന്നു. 2018 ജൂണിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 146 പേരുടെ മെയിൻ ലിസ്റ്റാണ് PSC അവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ അകത്ത് റിട്ടൺ എക്സാമിന്, ഇൻ്റർവ്യൂ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല, റിട്ടൺ എക്സാമിന് 82.33 ഉയർന്ന മാർക്ക്, ഏറ്റവും താഴ്ന്ന മാർക്ക് 67.67. മെയിൻ ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഇനി 2021 കൊറോണയുടെ സമയത്ത് നടന്നത് 741/2021. ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നടന്ന HSST ജൂനിയർ ഫിസിക്സിൻ്റെ പരീക്ഷയായിരുന്നു. അത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഓഗസ്റ്റിൽ പരീക്ഷ വരുന്നു. അതിന് 101 പേരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ PSC അവതരിപ്പിച്ചത്. അതിൽ 48.67 മാർക്കുള്ള ഉദ്യോഗാർത്ഥി 1ാം റാങ്കും അതോടൊപ്പം തന്നെ 37.66 ഉദ്യോഗാർത്ഥി മെയിൻ ലിസ്റ്റിൽ 101ാമത്തെ റാങ്കും നേടുന്നു. അപ്പം 10 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 10 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ 101 പേര് അവിടെ ഇൻക്ലൂഡ് ആകുന്നു. ഇവിടെ നോക്കുക, 82ഉം 67ഉം 15 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഏകദേശം 146 പേര് അവിടെ ഇൻക്ലൂഡ് ആകുന്നു. ഇനി നമുക്ക് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു HSSTയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത് 2010. അതിൻ്റെ നിയമനം, അത് കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പോഴും അതിൻ്റെ നിയമനങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള അഡ്വൈസ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ആദ്യം 456/2010, അതായത് HSST ജൂനിയർ സീനിയർ അതുപോലെ തന്നെ നോൺ വൊക്കേഷണൽ കമ്പൈൻഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ആ കമ്പൈൻഡ് നോട്ടിഫിക്കേഷനിൽ 133 അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. അതിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് കേസിൽ കക്ഷി ചേർന്നവർക്ക് ഇപ്പോഴും അഡ്വൈസ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 2024 ആ ലിസ്റ്റുകാർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. 10ഓളം അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 332/2017 105 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അപ്പം ആ റാങ്ക് ലിസ്റ്റ് ഏകദേശം 2022 കഴിയുകയുണ്ടായി. ഇനി അടുത്തത് വരുന്നത് 2021 എക്സാമാണ്. ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പം നിലവിൽ 21 അഡ്വൈസ് ആണ് പോയത്. ശ്രദ്ധിച്ചോണം, 21 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണ്. തീർച്ചയായിട്ടും യാഥാർത്ഥ്യം അതാണ്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് ഇനിയും 1.5 കൊല്ലമുണ്ട്. അതായത് 2026 ഡിസംബറിലാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പം ഈ 3 റാങ്ക് ലിസ്റ്റുകളും നമ്മൾ അതിൻ്റെ ആ ഹിസ്റ്റോറി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ 2 വർഷം നിയമനം താരതമ്യേന കുറവും, അതോടൊപ്പം തന്നെ 3ാം വർഷം, അതായത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് 1-2 മാസം മുമ്പ് അല്ലെങ്കിൽ മിനിമം 3 ദിവസം മുമ്പൊക്കെയാണ് ബൾക്കായിട്ട് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. അതേ സാഹചര്യം ആവർത്തിക്കാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ ഈ 21 എന്നുള്ള സംഖ്യ ഒരു 3 അക്ക സംഖ്യയിലേക്ക് തീർച്ചയായിട്ടും ഉയരുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2017 നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ഗ്യാപ്പ് 2021, 4 വർഷത്തെ ഗ്യാപ്പാണ്. ഇപ്പോൾ 2021 നോട്ടിഫിക്കേഷൻ വന്നു. സ്വാഭാവികമായിട്ട് 4ാം വർഷം ഏതാണ്?
2025 തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും HSST ജൂനിയർ ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഈ ഡിസംബറിൽ തന്നെയാണ്. അതായത് നമ്മുടെ മെഗാ വിജ്ഞാപനത്തിൻ്റെ കൂടെ HSST ഫിസിക്സിൻ്റെ ജൂനിയറിൻ്റെ വിജ്ഞാപനം കൂടി വരും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി നോക്കുക, പ്രീവിയസ് സ്ലൈഡ് നോക്കുക, പരീക്ഷ നടന്ന കാലം നോക്കുക. 2021 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, ഓഗസ്റ്റിൽ പരീക്ഷ നടക്കുന്നു. ഏകദേശം 8 മാസത്തെ ഗ്യാപ്പാണ് കിട്ടുന്നത്. ഇവിടെയും 2017 സംഭവം, 2017 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബറിലല്ല, അതിന് തൊട്ട് മുന്നേ ആണ്. ഏകദേശം 10ാം മാസമോ 9ാം മാസമോ മറ്റോ ആണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ് ഓർമ്മ. പക്ഷേ എന്താണ്, അവിടെയും ജൂണിലാണ് നടക്കുന്നത്. അതായത് എപ്പോഴും PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട്, പ്രത്യേകിച്ച് അധ്യാപക പരീക്ഷകളുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് 6 മുതൽ 8 മാസം വരെയാണ് ഗ്യാപ്പ് കിട്ടുക. 6 മുതൽ 8 മാസം വരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ തയ്യാറെടുപ്പുകൾ, ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന HSST ഫിസിക്സിൻ്റെ സീനിയറിൻ്റെ പരീക്ഷയുണ്ട് അല്ലേ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2024 ഡിസംബർ അവസാനമാണ് വന്നത്. അതും എന്താണ്, 2025 ജൂൺ 30 എക്സാം നടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത മാസം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരും. അപ്പം PSCയുടെ അധ്യാപക പരീക്ഷകളിൽ PSC എടുക്കുന്ന കുറച്ചെന്താണ്, എളുപ്പത്തിലുള്ള നടപടികളാണ്, വേഗതയേറിയതാണ്. ഏത് അധ്യാപക പരീക്ഷ എടുത്ത് നോക്കിയാലും നോട്ടിഫിക്കേഷനും പരീക്ഷയും തമ്മിലുള്ള കാലയളവെന്ന് പറയുന്നത് 6 മുതൽ 8 മാസമാണ്. കഴിഞ്ഞ UPയുടെ സമയത്തും ആ 6 മാസം അല്ലെങ്കിൽ 7ാം മാസം പരീക്ഷ നടക്കുന്നു. HSAയുടെ കേസിലാണെങ്കിലും എന്താണ്, 6ാം മാസം അല്ലെങ്കിൽ 7ാം മാസം തൊട്ട് പരീക്ഷ നടക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായത്. അതോടൊപ്പം തന്നെ HSST ഫിസിക്സിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെ ആയിരിക്കും ഇനിയും ആവർത്തിക്കപ്പെടുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് അല്ലേ. കാരണം HSST ഫിസിക്സ് ആണ് 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 70 മാർക്ക് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ 30 മാർക്കിൻ്റെ ജനറൽ പേപ്പറാണ്. ഇപ്പം നമ്മളിപ്പം കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ എന്താണ്, ഇത്തവണത്തെ HSSTയുടെ സീനിയറിൻ്റെ പരീക്ഷ എഴുതിയതാണ്, പരീക്ഷയുടെ നിലവാരം എത്രമാത്രമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇനിയിപ്പം സെറ്റിൻ്റെ ഇപ്പം കഴിഞ്ഞ സെറ്റിൻ്റെയും ഫെബ്രുവരി മാസം കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെയും ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെയും ഉദ്യോഗാർത്ഥികൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ HSST സീനിയർ എഴുതിയത് ഏകദേശം 3800ഓളം ഉദ്യോഗാർത്ഥികളാണ്. പക്ഷേ ഇപ്പം വരാൻ പോകുന്ന ജൂനിയറിലേക്ക് ഒരു 4500ഓളം ആപ്ലിക്കൻസ് ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് ഇത്രയും കോമ്പറ്റീഷൻ ഇതാണ്, ഇത്രയും ആപ്ലിക്കൻസിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 100 പേരുടെ പട്ടികയിലേക്ക് നമ്മൾ ചുരുക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായ പ്ലാൻ വേണം, അതിനനുസരിച്ചുള്ള പഠനം വേണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി അവസരവുമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയൊരു HSSTയുടെ ബാച്ച് തുടങ്ങുകയാണ്. അപ്പം ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീഡം ഓഫർ ഉണ്ട്. കോഴ്സ് ഫീയുടെ 20% ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഫ്രീഡം ഓഫറിൽ. അപ്പം നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറി HSST ജൂനിയർ ആയിട്ട് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.